ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പോവുകയാണ്. ആ ഗെയിമിൻ്റെ പേരെന്ന് പറയുമ്പോൾ എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. എന്തായാലും കിണ്ണം ഒരു ഗെയിമാണ്. എനിക്ക് ഈ ഗെയിം അത്യാവശ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതിലിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഫോർഡിൻ്റെ കാറിൻ്റെ പേരെന്തുവാണ്, എന്തുവാന്ന് എനിക്ക് അതറിയത്തില്ല. കിണ്ണം ഗെയിമാണ് കേട്ടോ. ഇതിൽ ഒത്തിരി കാറുണ്ട്. നമ്മളിപ്പോൾ വെറുതെ കിടന്ന് ഡ്രിഫ്റ്റ് അടിക്കുക. എന്തിനാണോ ഒരു ഡ്രിഫ്റ്റ് അത്രേ ഉള്ളൂ. പൊളി. ആ ഡ്രിഫ്റ്റിങ്ങിൻ്റെ ഒരു മോഡുണ്ട്, അല്ലാതെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ. ഇപ്പം എന്തുകൂടാ, ഇതിലൊരു ഷോറൂമൊക്കെ നമുക്ക് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. അപ്പം നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ മതിലൊക്കെ കെട്ടി അവിടെ ബിൽഡിങ് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിലേ കൂടെ മാസ് എൻട്രി കാണിച്ചു പോയാലോ? അങ്ങനെ നൈസായിരിക്കും. അതുകൊണ്ടൊരു ഷോറൂമാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾക്കിപ്പോൾ അതിൻ്റെ ഇവിടെ കയറുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ 52,000 രൂപയുണ്ട്, 275 ഡയമണ്ട്സും ഉണ്ട്. പിന്നെ കാറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ആദ്യം ഈ കാറിൻ്റെ സ്കിൻ ഇട്ടത്, പിന്നെ ഈ ചെറിയ വണ്ടിയുണ്ട്, പിന്നെ ഇതുണ്ട് മസ്താങ്, ഇത് മറ്റേ ലാൻഡ് ക്രൂയിസർ, പിന്നെ ഇത് ഏതാ വണ്ടി? ഇതെന്ത് വണ്ടിയുള്ളത്? ഇതിൻ്റെ ടയർ ഇങ്ങനൊന്നും അല്ലായിരുന്നു. പിന്നെ ഒരു ടെസ്ല ഉണ്ട്, പിന്നെ ഈ വണ്ടിയുണ്ട്. ഈ GTR ഒക്കെ എനിക്ക് വന്നിട്ടില്ലായിരുന്നു ആകെ, പിന്നെ ഈ സാധനമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് മേടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കാണിക്കാൻ വന്നത്, നമ്മൾ ഇങ്ങനെ ഒന്ന് നിൽക്കണം. ഇതാ വീണ്ടും ഷോറൂമിൻ്റെ അകത്ത് കയറിയ. സോറി, തെറ്റിപ്പോയി നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുക. ചാടുന്നൊരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ ഞെക്കിയാൽ നമ്മളിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി. നൈസ് സ്ഥലം എന്ന് വെച്ചാൽ നൈസ് സ്ഥലം. ഇവിടെ ഇപ്പോൾ എന്തോ ചെയ്യാനാണ് പരിപാടി? അയ്യോ, ഇവിടുന്ന് ചാടിപ്പോണം. ഓക്കെ, ഇതിൽ കോയിൻ അല്ലല്ലോ, ഒരു ബോർഡുണ്ട് ഗൈസ്. അത് തകർക്കുമ്പോഴാണ് നമുക്ക് ഇത് എന്താ പറയുക, പൈസ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇവിടെ അങ്ങനെ എത്താൻ വഴിയൊന്നുമില്ല. പിന്നെ ഈ ചാടുന്ന സ്വിച്ച് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളിവിടെ എത്തും. പക്ഷെ ഇവിടെ എത്തിയാലും ഒരു ഗ്ലിച്ച് അടിക്കും, ലോഡിങ് സോണെന്നും പറഞ്ഞു. ഇപ്പം നമ്മളിപ്പുറത്തെത്തി. സിമ്പിളായില്ലേ? അവിടുന്ന് ഇപ്പുറത്തെ ചാടി. ഇതുപോലെ ഓരോ മഞ്ഞ സാധനങ്ങൾ കാണും. അപ്പോൾ അതിൽ കയറുമ്പോൾ റഡാർ 3, ചിലപ്പോൾ ട്രയൽ 1, ട്രയൽ 3 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റഡാർ 3 ചെയ്യുകയാണ്. അപ്പോൾ ഈ മഞ്ഞ കുറേ സാധനം, എൻ്റെ മോനെ. പക്ഷേ ഈ സ്കിൻ അവൈലബിൾ അല്ല ഈ കാറിന്. പക്ഷേ ഇതിലെടുക്കുമ്പോൾ ഇങ്ങനൊരു കളർ ഇതിന് കിട്ടും. പക്ഷെ അല്ലാതെ സ്കിന്ന് നോക്കിയാൽ ഒരെണ്ണം കാണത്തില്ല. പക്ഷെ ഒരു കിണ്ണ സ്കിന്നുണ്ട്. ആ സ്കിന്ന് എടുക്കണമെങ്കിൽ ഇത്രയോ ഡയമണ്ട്, ഇപ്പോൾ ഇടിച്ചേനെ, ഇത്രയോ ഡയമണ്ട് വേണം. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ നമുക്ക് ഈ റഡാർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര 5,000 രൂപ ഞങ്ങളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതാ ഈ ബോർഡ് ഇടിച്ചപ്പോൾ 3,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ചാടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ചാടിതോ അവിടെ അതാ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, 5,000 രൂപ നമ്മുടെ കൈ കിട്ടി.
ഇപ്പം 60,000 രൂപ. നമുക്ക് നല്ല പൈസയൊക്കെ ആക്കിയിട്ട് GT6 കാര്യമെല്ലാം മേടിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ പഴയ ഫോർഡിൻ്റെ വണ്ടി എടുത്തിട്ട് വന്നേക്കുവാണ്. എൻ്റെ മോനെ, വിഷയം 500. അയ്യോ, വിഷയോടാ വിഷയം. 500 കഴിഞ്ഞു പോയി. വണ്ടി കിടന്ന് എന്ത് കറങ്ങി കളിക്കുമോ? എന്തുവാടാ വണ്ടിക്ക് കിളി പോയത്? ഇപ്പം 5,000 രൂപ 5,000 നമുക്ക് കിട്ടി. ആ സാധനം എന്നാലും ചെയ്തപ്പോഴേ അത് അങ്ങനെ ആയതെന്നാ എനിക്കറിയാത്ത. അത് 500 കഴിഞ്ഞ് 90 കഴിയുക. എനിക്കാണെങ്കിൽ കൺട്രോളും കിട്ടിയില്ല സംഭവം. ഈ സുനാന്ന് വെച്ചു നമുക്ക് അയ്യോ നമുക്ക് ഈ കുഴിയിൽ കണ്ട 500. അമ്മേ നൈസ്. 400 നമ്മൾ പറന്നു വന്ന എത്രയിലാന്ന് കണ്ട? 400 വിഷയം. ഈ വേൾഡിൻ്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല. എന്തോ പറയാന്. എടാ എന്നാലും ആ കുഴിയെ വിഷയം എന്ന് വെച്ചാൽ വിഷയം. പിന്നെ ഇതെന്ത് ചെക്ക് പോയിൻറ്റ്സ് ടാപ്പ് ചെയ്തിട്ട് വേണം എന്തുവെന്ന് നോക്കാം. എന്താണ്? എടാ ഒന്നും ഞാൻ കണ്ടില്ല. എക്സ്ട്രീം ഫെസ്റ്റ് സൺറൈസസ്. നെറ്റ് വേണം. പിന്നെ ഞാനിപ്പോൾ ഇനി പരസ്യം കണ്ടുപിടിക്കാൻ നമ്മൾ ഓട്ടിച്ചു നിന്നായിരുന്നു. പിന്നെ ഇതിൽ ഒരു കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ റഡാർ ഒന്നും കൂടെ ചെയ്ത് നമുക്ക് ഇച്ചിരി പൈസ എങ്ങാക്കാം. എന്നിട്ട് എന്തോ ചെയ്യാം, നമ്മുടെ ഒരു ലാൻഡ് ക്രൂയിസർ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഇച്ചിരി സ്കിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് തരണമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വെറുതെ കണ്ടിരിക്കുക. ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട പരിപാടി. ഇവിടെ ഒരു റാമ്പ് ഉണ്ട്, സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ട് കുറേ കിട്ടി 70,000 രൂപ. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും കത്തിച്ചങ്ങ് വിടാം. നമ്മുടെ ഓഫ് റോഡ് ഏരിയയിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. വിഷയം ഇവിടുന്നേ വണ്ടി മാറ്റണോ അതോ അവിടെ ചെടിയിൽ ഇറക്കണ്ടല്ലേ? ഇവിടുന്ന് അത് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, ഈ സൈഡിലായിട്ടാണ് ഓഫ് റോഡ് ഏരിയ. എൻ്റെ വീണ്ടും വെറുതെ കിടന്ന് ഡ്രിഫ്റ്റ് അടിക്കും കേട്ടോ. ഏതൊരു പാട്ടൊക്കെ ഇതിനിടയ്ക്ക് കേൾക്കുന്നല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഓഫ് റോഡ്. എൻ്റെ അമ്മ, അയ്യോ മിനി കൂപ്പറല്ലേ പോയേ? ദാണ്ട വേറൊരു മിനി കൂപ്പർ. നമുക്ക് എന്തായാലും പറത്തി വിടാം. ഇവിടെ ഒരു ഗരാജും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ മറ്റേ ഗരാജാണ്. അപ്പം ആ ഗരാജിൽ കയറുന്നു നമ്മുടെ ലാൻഡ് ക്രൂയിസർ പ്രാഡോ. എന്തിടാ അത്? ഇനി ടെസ്ല എടുത്താലോ? ടെസ്ല അത്രയ്ക്ക് ഇതില്ലടേ. ഇതെടുക്കാം. ഡ്രൈവ് ഇറ്റ്. യാ പിന്നല്ല വിഷയ സാധനം എന്ന് വെച്ചാൽ വിഷയ സാധനം, ചെളി പുരണ്ട സാധനം. എടാ ഇതിൽ പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ വെള്ളത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗുഹ കാണും. ഗുഹ കണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇങ്ങനെ വളയ്ക്കണം. എന്നിട്ട് സോറി, ഉദ്ദേശിച്ചത് നടന്നില്ല കേട്ടോ. ഉദ്ദേശം അങ്ങനെ അല്ലായിരുന്നു.
ആക്ച്വലി ഞാൻ അങ്ങനെ കയറി ആ ആ പോട്ടെ ആ പോട്ടെ ആ പെതിയെ എവിടെ ആ സാധനം? ആ ഇതിവിടെ തന്നെ. ഇവിടെ ആണോ അവിടെ? ആ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നൊരു സാധനത്തിനെ കണ്ടോ? അത് കാണിക്കാൻ വേണ്ടിയാണ്. ക്യാമറ ഫോട്ടോ മോഡ് കാണിച്ചു തരാം. സംഭവം ഇതാണ്. എന്താ ഇത്? എന്തുകൂടാ പല്ലൊക്കെ ഉണ്ടല്ലോ ഇതിന്. കൂർത്ത നല്ല പല്ലൊക്കെ ഉണ്ട്. കൊല്ലാം നല്ല ശാനം. പിന്നെ നമ്മുടെ കാറ് ഇവിടെ കിണ്ണമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെളിയൊക്കെ ഉണ്ട്. അത് സ്കിന്നിൻ്റെ കുഴപ്പം. അത് വേറൊന്നുമല്ല. നൈസ് വണ്ടി. എവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലും ഓക്കെ. ഇതെന്തോടാ ക്യാൻസൽ? അങ്ങനെയൊന്നും കണ്ടിന്യൂ. നമുക്കൊരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് വന്നാലോ? ഇവിടെ എന്തോ ഒരു വഴി ഞാൻ കാണുന്നുണ്ട്. വഴി തന്നെ അല്ല, ഒരു മലയാണ്. വലിയ കുഴപ്പമില്ലാതൊക്കെ കയറി. എടാ ഇതെന്തുവാടാ? ഞാൻ എന്തോ വെള്ളമൊക്കെ ഒഴുകി വരുന്ന കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന്. അയ്യോ നല്ല കാറാണ് കേട്ടോ. ഓഫ് റോഡിങ്ങിന് മാത്രം. അല്ല റോഡിലൊക്കെ എടുത്ത് ഓട്ടിച്ച ഈ സാധനത്തിന് സ്പീഡൊന്നും ഇല്ലടേ. 120 ഇത്രയൊക്കെ ഈ സാധനത്തിനെ കൊണ്ട് കയറാൻ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളമുണ്ട്. നല്ല വെള്ളമാണ്. പിന്നെ ഇതിലൊരു ടണലുണ്ട്. ടണല് വരുന്നതെന്ന് വെച്ചാൽ ഒരു സാധനം കണ്ട ഒരു കുഴി. അവിടെ കയറാൻ അതിന് മുമ്പ് ഇടിച്ച്. നേരത്തെ ഈ സ്ഥലങ്ങളിലായിട്ടൊക്കെ മറ്റേ പൈസ കിട്ടുന്നതിൻ്റെ സാധനം ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കുമായിരുന്നു. ഇപ്പോൾ ആ സാധനം കാണുന്നില്ല. പക്ഷെ ഈ അപ്ഡേഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ ആയത്. അതിനു മുമ്പ് ഇതിലിങ്ങനെ. ഇപ്പം നമ്മൾ പോകുന്നത് എയർപോർട്ടിൻ്റെ അടുത്തോട്ടാണ്. വിഷയം. ലോഡിങ് സോൺ പ്ലീസ് വെയിറ്റ്. എയർപോർട്ടിലെത്തി ഗൈസ്. എടാ എന്തു ടാക്സിക്കാർ കണ്ടല്ലേ? പെതുക്കെ പോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് എടാ ദേ ഇല്ല സാധനം. എനിക്കത് വേണം. ഞാനത് തപ്പി നടന്നേ. അയ്യോടാ അതിൽ തട്ടിയില്ലേ? എൻ്റെ പൊന്നെ, അത് ഇടിക്കണമായിരുന്നു. ഓക്കെ ഇനി ഇച്ചിരി. എടാ ഓക്കെ 3000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ മതി. പിന്നെ ആരാ നമ്മൾ? ചിലപ്പോൾ ഏതിൻ്റെ ഈ ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് വല്ലതും കാണും കേട്ടോ. മണ്ടയ്ക്ക് കയറാൻ വഴിയുണ്ട്. അയ്യോ കയറില്ല. നമുക്കിങ്ങനൊരു വളച്ചിട്ട് കയറ്റിക്കോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ത്യൻ ബൈക്കിൽ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് എനിക്ക് സംഭവം ഇന്ത്യൻ ബൈക്ക് ഇപ്പോൾ എന്തോ ഹാങ്ങൊക്കെ കയറി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പുതിയ അപ്ഡേഷൻ വന്നതിൻ്റെയും കാര്യങ്ങളായിരിക്കും ഇറക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിൽ അപ്ഡേഷനിൽ വന്നേക്കുന്ന ജി വാഗൺ എന്നൊരു കാറാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലർക്കൊക്കെ.
എടാ ഇത് ഈ വണ്ടി 190 കയറത്തുള്ളൂ. അയ്യോ ഒരു വിഷയമാണ്. ദാണ്ട അടുത്തൊരു ബോക്സ്. അയ്യോ ഏ എടാ അത് വിഷയം. ഗ്ലാസ് പൊട്ടി. അത് വലിയ വിഷയമായിപ്പോയി കേട്ടോ. ഗ്ലാസ് മുട്ടിച്ച് അപ്പുറത്തെ ഗ്ലാസ് മുട്ടിച്ച് ഞാൻ ഇറങ്ങിയാലോ വിഷയമായിരിക്കത്തില്ലേ? ഊടാ ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ പാക്ക ഒറിജിനാലിറ്റി. ഓക്കെ ഇവിടെ അതോ ഒരു എയറോപ്ലെയിൻ പോന്നു. ഫസ്റ്റ് ഞാൻ പോവും, അത് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. ഇടയ്ക്കൊന്നും മറ്റേ വണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ റേസ് ചെയ്യായിരുന്നു എൻ്റെ കൂടെ. ഫസ്റ്റ് ഞാനാണേ, ഞാൻ ജയിച്ചേ. എടാ എയറോപ്ലെയിൻ എന്താ വളയ്ക്കുന്നു? ഓ വിഷയം. ചിലപ്പോൾ അവരിപ്പോൾ അവിടെ കറങ്ങി പോകാനാണ്. അവർ പോട്ട്. നമുക്ക് ഇതിൽ ഈ വണ്ടിയുടെ സ്പീഡ് ഓടാ ഒറിജിനലി 190 ആണെങ്കിൽ ഇതിൽ അതുക്ക് മേലെ ആണ്ട് 200 കഴിഞ്ഞു. ഓ 170 300 കടന്നായിരുന്നെങ്കിലേ. വേണ്ട വേണ്ട വേണ്ട, ഇത് കിടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് കിടന്ന് ഡ്രിഫ്റ്റ് അടിച്ച് ബസ്റ്റ്. ഞാനിതിപ്പോൾ ഇവിടെ വന്ന് അതിൻ്റെ ഇപ്പുറത്ത് ബസ്റ്റ്. എനിക്കിപ്പോൾ വെയിലോട്ടോ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങോട്ടും തന്നെ ചാടിപ്പോവാം. ചാടിപ്പോയി. നല്ല ചരിഞ്ഞടിച്ച് വീണോ നോക്കട്ടെ. നമുക്ക് ഷോറൂമിൽ കയറി ഓരോ വണ്ടികളുടെയും സ്പീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഇത് മറ്റേ കസ്റ്റമൈസേഷൻ സ്കിന്ന് അത് വിട്. ഫസ്റ്റ് ദിസ് ഈസ് എൻ്റെ ഫസ്റ്റ് കാർ. ഇതിൽ എല്ലാവർക്കും ഈ വണ്ടിയാണ് ആദ്യമേ കിട്ടുന്നത്. അപ്പം ഈ വണ്ടി എനിക്ക് അതിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇതിട്ടേക്കുവാണ്. അപ്പോൾ ഇത് ഒരു സീനായിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളും. എൻ്റെ അല്ലാത്തപ്പോൾ മാക്സിമം സ്പീഡൊന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് ഇതിലിടുന്ന സ്പീഡൊന്ന് നോക്കാം. എന്തായാലും അതിനേക്കാൾ സ്പീഡ് കാണും. ഒരു എയറോപ്ലെയിൻ. ഇവിടെ എയർപോർട്ടിൽ പിന്നെ എയറോപ്ലെയിൻ അല്ലാതെ പിന്നെ വേറെ വല്ലതും കാണും. എന്ത് പറച്ചില്ല ഞാൻ പറയുന്നു. അവിടെ ഓക്കെ നമുക്കിവിടെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പുറത്ത് കിട്ടാം. 200 പെട്ടെന്ന് കഴിഞ്ഞു കേട്ടാ. 90 300 വിഷയം. 314 315 316 318 18 19 20 ഇല്ല. 320 ഇല്ല കേട്ടോ. 320 കാര്യങ്ങൾ കയറത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള സ്പീഡ് 400 300 320 എല്ലാം കഴിയും. ഇപ്പം തന്നെ 400. അയ്യോ വിഷയം. ഇടാ 500 പോകുന്നു. എൻ്റെ കൺട്രോളും പോയി. പറന്ന് ഞാൻ പറഞ്ഞില്ലയോ, പറന്ന്. വിഷയം. എടാ ഇത് ഭയങ്കര സ്പീഡാണല്ലോ ഈ സുനയ്ക്ക്. റോഡിൽ കൂടെ ഒക്കെ ഈ സ്പീഡിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് തീരും. അപ്പം നമുക്ക് ഷോറൂമിൻ്റെ അങ്ങോട്ട് പോയിട്ട് നിർത്താം. എനിക്ക് തോന്നുന്നു കുറേ സമയമായെന്ന്.
എടാ എത്ര സമയം എടാ? അയ്യോ ചാടി 20 മിനിറ്റ് അവിടെ. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്താം. പിന്നെ ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി കാറുകളുടെയും ഒക്കെ വീഡിയോ നമുക്ക് വഴിയെ ഇറക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. ബൈ ബൈ ഗായ്സ്.